പണ്ട് കേരളത്തിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ സജീവമായിരുന്ന ഒന്നായിരുന്നു അറബി കല്യാണങ്ങൾ. ഒരു പ്രായം കഴിഞ്ഞിട്ടും കല്യാണം നടക്കാതെയാവുമ്പോൾ മാതാപിതാക്കൾ മക്കളെ മുന്നും പിന്നും നോക്കാതെ അറബികൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു. ആളുകളുടെ നിവൃത്തികേട് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ആയിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കഥ മാറി. സോഷ്യൽ മീഡിയ പോലെയുള്ളവ സജീവമായതുകൊണ്ട് തന്നെ ഒരാളിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിക്കാൻ മാത്രം ടെക്നോളജി വളർന്നു. ഒരു വിവാഹ ആലോചന വരുമ്പോൾ തന്നെ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടാൻ നമുക്ക് വലിയ പണിയൊന്നുമില്ല. എന്നാൽ ടെക്നോളജി ഇത്രയൊക്കെ മാറിയിട്ടും ആളുകൾക്ക് വിവരം വെച്ചാലും തട്ടിപ്പുകൾ ഇപ്പോഴും യഥേഷ്ടം നടക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം റാന്നിയിൽ നടന്ന തട്ടിപ്പ് കല്യാണത്തെ കുറിച്ചാണ് മലയാളം വൈബ് ഇന്ന് സംസാരിക്കുന്നത്. ലണ്ടനിൽ നിന്നും വന്ന സുന്ദരനും വിദ്യാസമ്പന്നനുമായ വരൻ, നല്ല ഫാമിലി, ഇതിൽ കൂടുതൽ എന്ത് വേണം? വീട്ടുകാർ കൂടുതലൊന്നും നോക്കിയില്ല, പിടിച്ചു കെട്ടിച്ചു കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. പെണ്ണും കണ്ട് കല്യാണവും കഴിഞ്ഞു. അപ്പോഴാണ് പ്രധാന പ്രശ്നം. കല്യാണ പിറ്റേന്ന് തന്നെ വരൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. കാര്യം അന്വേഷിച്ചവരോട് പെണ്ണിനെ അവൻ പ്രതീക്ഷിച്ചത്ര സൗന്ദര്യമില്ലത്രേ. കല്യാണവും പാർട്ടിയും എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്ന വരൻ കാണുന്നത് ഒരു പാന്റ് മാത്രം ധരിച്ചു കിടക്കുന്ന ഒരാണിനെയാണത്രേ. പെണ്ണിന്റെ വീട്ടുകാർ ഒരു ട്രാൻസ്ജെൻഡറിനെയാണ് ചെറുക്കന്റെ തലയിൽ കെട്ടിവെച്ചത്. പറയുന്നത് വേറെ ആരുമില്ല, വരന്റെ അടുത്ത റിലേറ്റീവ് തന്നെയാണ്. എന്നാൽ നാട്ടുകാരുടെ അഭിപ്രായത്തിൽ പെണ്ണ് നല്ല കുട്ടിയാണ്. വിദേശത്ത് വളർന്ന ഒരു പയ്യന്റെ എല്ലാ ദുശീലമുള്ള ഒരാളാണ് പയ്യൻ. അവൻ കല്യാണം കഴിഞ്ഞ രാത്രി ആ കുട്ടിയെ ക്രൂരമായി മാനഭംഗപ്പെടുത്താൻ നോക്കി. എന്നാൽ ഇത് നടക്കാതെ വന്നതിന്റെ ദേഷ്യത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ പെൺകുട്ടിയെ കൊണ്ട് വീട്ടിൽ ചെന്നുകൊണ്ടിരുന്നാക്കുകയാണ് ഉണ്ടായത്. ഇതെല്ലാം അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്താണ്. അല്ലെങ്കിൽ കല്യാണത്തിന്റെ അടുത്ത ദിവസം തന്നെ പോവാനുള്ള ടിക്കറ്റ് റെഡിയാവുന്നത് എങ്ങനെ? പയ്യന്റേതായി വന്ന വോയിസ് നോട്ടിൽ കേൾക്കുന്നത് അവൻ ആഗ്രഹിച്ച സൗന്ദര്യം പെണ്ണിനില്ല എന്നാണ്. അല്ലാതെ അതിൽ ഒരിടത്തും ആ കുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നില്ല. പിന്നെ ഈ ട്രാൻസ്ജെൻഡർ കഥ എവിടെ നിന്നും വന്നു? ഒരുപക്ഷെ അവന് ലണ്ടനിൽ അവന്റേതായ ജീവിതം നയിക്കുന്ന ഒരാളായിരിക്കാം. ആളുകൾ പറയുന്നത് പോലെ മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി ജീവിക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ അവിടെ നിന്നും കല്യാണം കഴിഞ്ഞിട്ടുമുണ്ടാവും. നമ്മൾ കഥകളിലൊക്കെ കാണുന്നത് പോലെ മകനെ തങ്ങളുടെ അടുത്ത് നിർത്താനോ അല്ലെങ്കിൽ മകന്റെ കുത്തഴിഞ്ഞ ജീവിതം കണ്ട് മനം മടുത്ത മാതാപിതാക്കൾ അവനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയോ കല്യാണം കഴിപ്പിച്ചതുമാവാം. എന്നാൽ ആ പെൺകുട്ടി എന്തു കഴിച്ചു? ഒരാളിന്റെ ജീവിതം ശരിയാക്കാൻ അവളുടെ ജീവിതം എന്തിനു നശിപ്പിച്ചു? പെണ്ണ് കാണൽ കഴിഞ്ഞ് ഇത്രയും നാൾ ആയിട്ടും അവന്റെ ഉള്ളിലെ ചെന്നായി തിരിച്ചറിയാൻ അവൾക്ക് കഴിയാതെ പോയി. ശരിക്കും ആളുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്ത് വിശ്വസിച്ചാണ് പുറത്തൊന്നും വന്ന ഒരാളിനെ വിവാഹം കഴിക്കും? ഇഷ്ടമില്ല എന്നറിയുമ്പോൾ അവർക്ക് തോന്നുന്ന രീതിയിൽ കഥയിറക്കി ഇട്ടിട്ട് പോവില്ലേ? നമ്മൾ പെൺകുട്ടികൾ കുറച്ചുകൂടി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ചും വിവാഹം പോലെ ജീവിതത്തിൽ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു തീരുമാനം എടുക്കുമ്പോൾ.